എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര എനർജി കണ്ടില്ലേ? ചക്ക മറക്കാനുള്ള ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ കാണുന്നത്. നല്ല പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ടോ? മഴക്കാലൊക്കെ ആയപ്പോ ആയതുകൊണ്ട് ചക്ക വറുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ശാഖം പറ. അപ്പൊ എല്ലാവർക്കും ചാണകം വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല ഉറക്കത്തിലാട്ടോ. പക്ഷെ ഇവര് ഭയങ്കര പരിപാടിയായി. പൊന്നെന്താ കുനിഞ്ഞിരിക്കുന്നേ? കുനിച്ചിരിക്കുവാണോ? എന്റെ അമ്പാനി അപ്പരി പോഞ്ഞ എണീച്ചോജി. അപ്പരി അവിടെ കഴിഞ്ഞല്ലോ കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ എണീച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒച്ചപ്പാട് കേട്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് ചാടി എണീച്ചു. എന്റെ ദൈവമേ, എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ഉറക്കം ഞാൻ ഉറങ്ങാൻ സമ്മതിക്കൂലേ ഇവര്. അപ്പുറ്റി പോഞ്ഞ അപ്പുറ്റി ഉറങ്ങി ഓടി. നല്ല ഉറക്കായിരുന്നു കേട്ടോ. കൊറേ നേരം കിടന്ന് നന്നായിട്ട് ഉറങ്ങി എന്തായാലും കുഞ്ഞിപ്പെണ്ണ്. അഞ്ഞപ്പാ അപ്പുറ്റി ഉറങ്ങിയില്ലേ കൊച്ച്? എന്റെ ദൈവമേ, നല്ല ഉറക്കായിരുന്നു കേട്ടോ. എന്റെ ദൈവമേ, ഒച്ചോരാ അപ്പുറ്റി പോഞ്ഞ എങ്ങോട്ടാടി പോനെ? നല്ല ഉറക്കായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞു ചക്കവത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹലോ പറ. അയ്യോ ഇപ്പൊ ഷാടണോ? അതിന് ഷാഡോ നല്ല ഉറക്കായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഉറക്കം ശരിയാവാണ്ട് എണീച്ചു. അത് കഴിഞ്ഞ പിന്നെ മൂച്ചായിരുന്നു. ദൈവമേ, ഉറക്കം വന്നിട്ട് കോടിച്ചു കൊടയും കിടന്നിട്ട് അതിനെ കൊടിക്കല്ലേടി, അത് പാവല്ലേടി പറയും. ഡൂഡ് പറഞ്ഞിട്ടില്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണ് എണീച്ച കാര്യം. ചെക്കനവിടെ ഓടിപ്പോയോ? ഇത് കണ്ടോ? ഈ ഗ്യാസ് കുറ്റിന്റെ അപ്പുറം ഇരിക്കുന്ന കണ്ടോ? ഇത് മൂളിക്കൂട്ടം മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇക്കൊല്ലത്തെ അല്ല, കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ മുന്നത്തെ കൊല്ലത്തെ കണ്ടാ. ഒരു ചക്ക ഒരുക്കുന്ന കണ്ടില്ലേ? ചക്ക ഒരുക്കുന്നതിന്റെ തുടക്കം എവിടെയാന്ന് വെച്ചാല് മൂളിക്കൂട്ടനാണ് കേട്ടോ. അതിന്റെ പരിപാടി ഒക്കെ കണ്ട് അവിടെ തുടങ്ങുന്നേ. മൂളിക്കൂട്ടൻ അവിടെ നിന്നിട്ട് ചക്ക വെട്ടി ഒരുക്കി സെറ്റ് ആക്കുന്നുണ്ട് കണ്ടോ. മൂളിക്കൂട്ടൻ അവിടെ നിന്നിട്ട് ചക്കേന്റെ ഫുൾ പരിപാടിയാണ് കേട്ടോ. മഴക്കാലം തുടങ്ങി ചക്ക സീസൺ ആയ പിന്നെ മൂളിക്കൂട്ടൻ ഫുൾ ബിസിയാ. അതെ മൂളിക്കൂട്ടാ, പിന്നെ അല്ലാണ്ടോ വറക്കണം കേട്ടോ. ആ അപ്പൊ ഈ ചക്ക താണ്ട് ഇങ്ങനെ ആക്കിയിട്ട് മൂളിക്കൂട്ടൻ അവർക്ക് കൊടുക്കും. അവരരിഞ്ഞ് നമ്മുടെ വറക്കാനുള്ള പാകത്തിനാക്കൂട്ടോ. പപ്പയ്ക്ക് ചക്കയോ? പപ്പ ചോദിച്ചോ ചക്ക തരാൻ പറഞ്ഞോ? അപ്പൊ പപ്പ താണ്ടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഡൂഡ് പപ്പയ്ക്കാട്ടെ ഇപ്പൊ ചക്ക കൊണ്ട് കൊടുത്തേ. എടുത്തിട്ട് വന്നില്ലേ? പപ്പയ്ക്ക് കൊണ്ട് കൊടുത്താണേ. അതുപോലെ രണ്ടുപേരും ഇവിടെ കാവലിരിക്കുന്നുണ്ട് കേട്ടോ. ബെക്കും റൈന്. നമ്മുടെ ബെക്കും അല്ല, റൈന പ്രഗ്നന്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ നോട്ടൊക്കെ ആയിട്ട് ബെക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ വിഷമായിട്ട് അതിന്റെ വിഷമല്ല, അതിന്റെ നോട്ടൊക്കെ ശരിക്കുണ്ടല്ലോ. ഈ വീടിന് എന്തോ ഒരു ഇതുണ്ട്. ഭയങ്കര ലവറാട്ടോ. റിയൽ ലവറാ. ട്രൂ ലവ് അവരുടെ. ട്രൂ ലവ്. കരഞ്ഞാണ്ടല്ലോ അപ്പൊ കൂട്ടിന്ന് ചാടി അത് അവന് പേടി. മുന്നിൽ വിട്ട് അവൻ പുറകെ നടക്കൂട്ടെ. അവന് സ്നേഹം കൊണ്ടാണ് അവന് പേടി കാരണമാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെയാ അവൻ ബെക്കു. അവന് ഭയങ്കര സ്നേഹമാണ്. മാങ്ങാപ്പഴം, മാങ്ങാണ്ടി ഒക്കെ തിന്നു കാണണം. ഒയ്യപ്പാ ബെക്കു എന്റെ ചിഞ്ഞനെ, ബെക്കു എന്റെ ചിഞ്ഞനെ. അങ്ങനെയാണ് ബെക്കു വരയ്ക്കണേ. ബെക്കു എങ്ങനെ വരയ്ക്കണേ? റൈനെങ്ങനെ വരയ്ക്കണേ? ആ പൂച്ച എങ്ങനെ കരയുന്നേ? പശുമ്പയോ? കോഴിയോ? എന്നത് അത് ചക്കവറുത്തെടുത്ത് അതിന് ഇട്ട് വെക്കണം. ഇവിടെ ഞാന് ഇത് എങ്ങനെ അരിയണെന്ന് എനിക്കറിയുള്ളൂ. ഇത് വറുത്തിട്ട് വേണം തിന്നെ. നമുക്ക് ചായയും കൂടി തിന്നണ്ടേ ഡൂഡു?
പിച്ചാച്ചനെ പോലെ വെറുതെ ഇരുന്ന് ചായക്ക് കൂട്ടി തിന്നണ്ടേ? അപ്പത്തേക്ക് മമ്മി ഞാൻ ഇപ്പൊ വറുത്ത് തരും. ഞാൻ അങ്ങനെയാണോ മോളിക്കൂട്ടാ? ഇവിടെ ചക്കവറുത്തതുണ്ടോ മോൻ ചോദിച്ച ചക്കയില്ല, ചക്കവറുത്തത് ഇല്ലെങ്കിൽ മമ്മി പ്ലാവെ ചക്ക ഇട്ടോ അപ്പൊ തന്നെ വറുത്തു. എന്റെ പൊന്ന് സൂസി ചോദിച്ചാലും മമ്മി ഇട്ടില്ലേ? പിന്നെ ഞാൻ എന്നോട് മമ്മി പറയും തന്നെ അരിയൊടിന്ന്. കണ്ടോ 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 ഉണ്ടോ? നേരെ വ്യത്യാസം കാണിക്കും. ആ, കണ്ടോ കണ്ടോ ഇതാണ് കുശുമ്പ് എന്ന് പറയുന്നത്. കുശുമ്പ് അവനെന്തെങ്കിലും ഒപ്പിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം കേട്ടോ. പക്ഷെ ഞാൻ എന്താണ് ഉപയോഗിച്ചേ? അപ്പൊ ഇവര് ചക്ക റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ എങ്ങനെ ഇത് റെക്കോർഡിംഗ് ഓഫ് ആക്കിയോളാ എന്റെ പൊന്നു കൂട്ടുകാരെ. എന്താ? എടാ പെരുങ്കള്ളാ. കേട്ടോ ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞാണ്ടല്ലോ. അവനോട് ഞാൻ ഇവിടെ അരിന്ന് കണ്ടോ? ഒന്ന് ഇളക്കോടാ ചോദിച്ചതിന് അവൻ ഈ പറയുന്നത് ഇളക്കുന്നതല്ലേ പറയുന്നേ, ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നേ ഉദ്ദേശിച്ചത്. കണ്ടോ നമ്മുടെ വഴുതനങ്ങ തോരനാട്ടോ. കൂട്ടുകാരെ എങ്ങനെയുണ്ട്? കണ്ടോ എങ്ങനെയുണ്ട്? സെറ്റ് ആയിട്ടില്ലേ? നല്ല വഴുതനങ്ങ തോരനാണ്. എന്ത് എന്ത് ഭാഷ പറയുന്നേ? നീ എന്താ ഇളക്കുന്നത്? ചക്കയും മാങ്ങയാണോ? അപ്പൊ ചക്കുറ്റി ആരാ? ഇപ്പൊ പറയാം. എന്താ Oh my God, ചക്കപ്പഴം. പഴാണോ? എന്റെ വായിലൊന്നും പിന്നാലെ. എന്താ? നിന്റെ വായിലേക്ക് വെച്ചത് തന്നെ. അവന്റെ വായിലോട്ട് നോക്കിക്കൊണ്ടിരുന്നോ നീ? അത് കൈ കൊടുക്ക്. കത്തി എടുത്തോണ്ട് വന്ന അരിയടാ. സുസൈനാണ് ഇപ്പൊ ചെമ്മരിയാടിനെ ഇവിടെ നോക്കി ഇങ്ങോട്ട് നോക്കിയേ. ചെമ്മരിയാടോ ചെമ്മരിയാട്. നോക്കട്ടെ ഇങ്ങോട്ട് നോക്കട്ടെ. കറക്റ്റ് ആടുംകുട്ടിനെ പോലെ ഉണ്ട്. അത് എന്റെപ്പാ. എടാ നീ ഇരുന്നിട്ട് കിക്കി നോക്കുന്ന സമയം കൊണ്ട് നിനക്ക് ഒരു കത്തി എടുത്തിട്ട് അരിയാൻ പാടില്ലേ? അതെ ഇന്ന് അയക്കോണ്ട് അച്ചാറൊക്കെ ആരാ അയച്ചേ? ഞാന്. ആ നീ കണ്ടോ ഈ പെട്ടി അച്ചാർ മൊത്തം ഞാനാട്ടോ പാക്ക് ചെയ്തേ. ഇതിനകത്താണ് നമ്മുടെ ചില്ലിന്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. പാക്ക് ചെയ്ത് വെച്ചേക്ക് വരുന്നു. നൈസായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓർമ്മടുത്ത് കാണിച്ചു തരാം. ഇതാണ്ടേ ഇതെങ്ങനെയുണ്ട്? ഇതിപ്പോ നമ്മുടെ പുതിയ ടിന്നാണ് കേട്ടോ കൂട്ടുകാർ. നമ്മുടെ അച്ചാറിന്റെ ഇത് ഏത് അച്ചാറാ? ഇത് കേരമീൻ അച്ചാറിന്റെ ആണ് കേട്ടോ. ട്യൂണയുടെ അച്ചാറിന്റെ ചില്ലിന്റെ ബോട്ടിലിൽ ഇങ്ങനെ സ്വർണ്ണ കളർ ക്യാപ്പൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ആക്കിയതൊക്കെ നമ്മള് കാണിച്ചിട്ടില്ലായിരുന്നു. നമ്മളുണ്ടല്ലോ ചില്ലിന്റെ കുപ്പിക്കകത്ത് എന്താണ് അയക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ ത്രൂ അയക്കുമ്പോൾ ചില്ലിന്റെ ബോട്ടിലൊക്കെ ഞാൻ പൊട്ടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പെറ്റ് ബോട്ടിൽസിൽ അയക്കുന്നത് കേട്ടോ. ചില്ലിന്റെ ബോട്ടിൽസ് നമ്മൾ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നതിനകത്ത് ആക്കിയതാട്ടോ ചില്ലിന്റെ ബോട്ടിൽസ്. ഇങ്ങനെ വറുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന് ഭയങ്കര മുറുക്കായിരിക്കും. എനിക്കിത് ഇഷ്ടമല്ല. അത് മുറുക്കാണ്. നീ എടുത്തു, ഞാൻ നീളത്തോട് തിന്ന. എന്നിട്ട് ഈ മുളകും ഇതല്ല ഇങ്ങനെ വറക്കുന്നത്. അത് തിന്നാ കറ്റിയിട്ട് അങ്ങോട്ട് അടിയ തിന്ന. ഇത് ഞങ്ങൾക്കാ. എനിക്കിപ്പോ അമ്മ ചെയ്യേ അപ്പൊ കത്തികളത്ത് കാണിക്കൂട്ടു. നീ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കാതെ. കൊച്ചിന് കുട്ടിയിട്ടോ അവളെ കാണിക്കുന്നത്. ഉരുട്ടിട്ടതല്ല. തന്നെ വീണാ അമ്മന് മോള് അമ്മച്ച ചുമ്മാ അന്നേടാ. അമ്മന്റെ ഷൊറ്റാരാ. എന്റെ പരിപാടി നീ എന്റെ എടുക്കണേ. കുഞ്ഞിപ്പേണ് കണ്ടോ? കുഞ്ഞിപ്പേണ്ട് ചെരുപ്പ് എടുത്തോണ്ട് വന്നിട്ട് കടന്ന് കളിക്കുന്നേ. അവളുടെ ചെരുപ്പ് എടുത്തോണ്ട് വന്നിട്ട് ഇട്ടുതരാൻ പറയുന്നയാ. പെണ്ണ് എന്താന്ന് വെച്ചാലുണ്ടല്ലോ കുഞ്ഞിപ്പെണ്ണി ചെരുപ്പ് കിട്ടിയാലാണ് പെണ്ണ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ പെണ്ണ് പുറത്തിറങ്ങാനാവുമ്പോ കൊതി വരുമ്പോ എന്റെ അടുത്ത് ചെരുപ്പ് ഒക്കെ പിടിച്ചിട്ട് വരും കേട്ടോ അവിടെ.